ഇന്ന് പോർക്ക് കൊണ്ടൊരു ഡ്രൈ ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് 1.5 കിലോ പോർക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. ഇതിന് വേണ്ടിയിട്ട് ഒരു 3 വലിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എല്ലാം ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉള്ളി മാത്രം നീളത്തിൽ മുറിച്ച്, വെളുത്തുള്ളിയൊക്കെ അങ്ങനെ, ഇഞ്ചി ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ഒരു 3-4 സ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ചീനച്ചട്ടിയിലോ കുക്കറിലോ എന്തെങ്കിലും ഇട്ട് നല്ല പോലെ ഒന്ന് അത് മൂപ്പിച്ച് വാങ്ങി സൈഡിൽ വയ്ക്കുക. നമ്മൾ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന പോർക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിനകത്തുനിന്ന് തോലൊക്കെ മാറ്റി ഇട്ട് പോർക്ക് ക്ലീൻ ചെയ്തെടുക്കുക. പോർക്ക് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലോട്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം നമ്മൾ എന്തൊക്കെ മസാലകളാണോ നമ്മൾ ഇട്ട് മുറിച്ച് വെച്ചതും തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതെല്ലാം ഇതിനകത്തോട്ട് തന്നെ ഇട്ട് നല്ലപോലെ കുഴച്ച് വെക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്നും ഇത് വഴറ്റി ചേർക്കുന്നില്ല, എല്ലാം ഡയറക്റ്റ് തന്നെ നേരിട്ട് പച്ചയ്ക്ക് തന്നെ ചേർക്കുന്നത്. ഒരു അരമുറി തേങ്ങയും കൂടെ പൊട്ടിച്ച് അത് തേങ്ങാമുറി പൊട്ടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊന്നും വഴറ്റി ചേർക്കാതെ ഡയറക്റ്റാണ് ഇതിനകത്ത്. അതുകൊണ്ട് കൈ കൊണ്ട് നല്ലപോലെ കുഴയ്ക്കുക. നല്ലപോലെ കുഴച്ച് ഇതിനകത്തോട്ട് ചേർക്കുക. വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നില്ല ഇതിനകത്ത്. നമ്മൾ വെള്ളം ഒട്ടും ഒഴിക്കേണ്ട കാര്യമില്ല, ഇതിനകത്ത് തന്നെ വെള്ളം ഉണ്ടാവും. അത് തന്നെ നല്ലപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം അതൊന്നും തന്നെ ഇതായി കിട്ടും. ഇതിനകത്ത് തോല് നമ്മൾ എടുത്തിട്ട് നമ്മൾ സെപ്പറേറ്റ് വേണമെങ്കിൽ അതൊന്ന് ഒരു ചീനച്ചട്ടിയിലിട്ട് വെള്ളം ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉരുകി കിട്ടും നമുക്ക്. അങ്ങനെ അത് ഇതിനകത്തോട്ട് ചേർക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണ കൂടുതലുണ്ടാവും. ആ എണ്ണ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇട്ടാൽ മതി. പക്ഷെ ഭയങ്കര എണ്ണ ഉള്ളതുകൊണ്ട് ഞാനത് കുറച്ച് ഉരുക്കി കളയും എണ്ണ. അതിന് ശേഷമാണ് ഞാനിത് എടുക്കുക. അന്നേരം നമുക്ക് ഓയിലിൻ്റെ അംശം കുറവാകും. അപ്പോൾ മടുപ്പ് തോന്നില്ല നമുക്ക്. അല്ലെങ്കിൽ ഇത് ഓയിൽ ഇതിൻ്റെ എണ്ണയും കൂടി ആകുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര മടുപ്പ് തോന്നും. എന്നിട്ട് നല്ലപോലെ ഇത് ഒരു 3 വിസിൽ കൊണ്ട് നമുക്ക് വേവിച്ച് ഇത് വാങ്ങിയെടുക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ മസാല കുറവുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ മസാല ഇട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിൽ കടുക് പൊട്ടിച്ച് അതിനകത്ത് കുറച്ച് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനോട്ട് ഇത് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഇത് നല്ലപോലെ മിക്സാക്കി എല്ലായിടത്തും ആകുമ്പോഴത്തേക്കും തന്നെ അത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ടാകും. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കത് നല്ല മനസ്സിലാവും. ഡ്രൈ ആവാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനകത്തുനിന്ന് എണ്ണ തെളിയാൻ തുടങ്ങും. എണ്ണ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ തെളിഞ്ഞ് വരും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മേലെ വിതറി കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഈ കുരുമുളക് പൊടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ ഈ കുരുമുളകിൻ്റെ ഫ്ലേവർ ഉണ്ടാവും, ആ ടേസ്റ്റ് വായിൽ വരും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഇട്ട കുരുമുളക് ഓൾറെഡി ഇതിൻ്റെ കൂടെ മസാലേൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും. അപ്പോൾ ബൈ, താങ്ക് യു.